ഡു ദിസ് വർക്ക് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ഒരു ഡ്രീമിൽ നിന്ന് എങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് ഒരു കാര്യത്തെ കൊണ്ടുവരാം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിനകത്ത് പറയുന്നൊരു പോയിൻ്റാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾ ഏതൊരു കാര്യവും തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. സ്റ്റുപ്പിഡിറ്റി, അറിവില്ലായ്മ. ഇനി അത്ഭുതം തോന്നുന്നവർ മാത്രം വാക്കി തുടർന്ന് കാണുക കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുമ്പിലേക്ക് ഒരു തീ കത്തിച്ച് വെച്ചു. അവരെന്താ ചെയ്യുന്നത്? ചെന്ന് പിടിക്കും. ആ ഒരു തീ നിങ്ങളുടെ മുമ്പിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി പിടിക്കുമോ? ഇല്ല. കാരണം നിങ്ങൾക്ക് അറിവുണ്ട് അതിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുമെന്ന്. പിള്ളേർക്ക് ആ ഒരു അറിവില്ല, അതുകൊണ്ട് അവർ പോയി തൊടും. അവരെ കളിക്കാൻ വേണ്ടിയിട്ട് വിടുവാണെങ്കിൽ അവർ പോയി മറിഞ്ഞു വീഴും. അവർ ആ കളിയുടെ എൻജോയ്മെൻറ്റിൽ മറിഞ്ഞു വീഴും. മറിഞ്ഞു വീണാൽ പോലും അവർ വീണ്ടും എണ്ണിച്ച് കളിക്കും, വീണ്ടും മറിഞ്ഞു വീഴും. കാരണം ഇതിൻ്റെ പരിണിത ഫലത്തെപ്പറ്റി ഇവർക്ക് ഒരു ബോധ്യവുമില്ല. ഞാൻ പറയുന്നത് നെഗറ്റീവായ ഒരു കാര്യത്തെ എങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം എന്നാണ്. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നോക്കൂ, പലരും വലിയ നോളജുള്ളവരല്ല ഇന്ന് സോഷ്യൽ മീഡിയ അടക്കി വരിക്കുന്നത്. കാരണം അവരെ അറിവില്ലായ്മയും അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവർ കാണിക്കുന്ന ഒരു കാട്ടിക്കൂട്ടലുണ്ടല്ലോ, അതിനാണ് അവർക്ക് 10-30,000 രൂപ അവരുണ്ടാക്കുന്നത്. നിങ്ങൾ നല്ലൊരു അറിവുള്ള വ്യക്തിയാണ്, പിന്നെ നിങ്ങൾക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഇറങ്ങി സംസാരിക്കാനുള്ള സ്കില്ല് കിട്ടത്തില്ല. കാരണം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണം, നിങ്ങൾ പരിണിത ഫലത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. പരിണിത ഫലത്തെപ്പറ്റി നിങ്ങൾ എപ്പം ചിന്തിച്ചു തുടങ്ങുന്നോ അന്നേരം തൊട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യത്തില്ല. അപ്പം നിങ്ങളുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്കില്ല് തന്നെയാണ് സ്റ്റുപ്പിഡിറ്റി, അറിവില്ലായ്മ. ഞാൻ പറയട്ടെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള ആൾക്കാരൊന്നും അല്ല സോഷ്യൽ മീഡിയയിൽ നോക്കുക നിങ്ങളുള്ളത്. അതിനകത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും അവർക്ക് താല്പര്യമുള്ള എന്താണോ അത് അറിവില്ലായ്മ ഉണ്ടാകുന്നെങ്കിലും അവരത് ധൈര്യമായിട്ട് ചെയ്യാൻ കാണിക്കുന്നു. അവർ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ തിളങ്ങുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ഇന്നൊരു ട്രോൾ വീഡിയോസ് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മണിക്കൂറിനുള്ളിൽ എത്രയോ വ്യൂസ് കയറും. പക്ഷേ അറിവ് സംബന്ധമായിട്ടുള്ളൊരു ഓഡിയോ ബുക്സ് ആവശ്യം പോലെ ഇന്ന് മലയാളം യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ വ്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നതും അങ്ങനത്തെ കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും അങ്ങനത്തുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം പുതിയതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ മുന്നോട്ട് വരുവാണെങ്കിൽ ഈ ഒരു റൂള് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങും. എന്താണ് ഇവിടെ ഏറ്റവും വലിയ കഴിവ്? സ്റ്റുപ്പിഡിറ്റിയാണ്. നിങ്ങൾക്ക് ഇനി എത്ര നോളജ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ പബ്ലിക്കായിട്ട് ഇറങ്ങി ഒരു വീഡിയോസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ആ കൊച്ചു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആ ഡു ദിസ് വർക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന ആ ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ.